ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിധി ഒരു കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള ഒരു പ്രദേശമാണെന്ന് ആക്കി തീർക്കാനുള്ളൊരു പ്രവണത വർഷങ്ങളായിട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടോ? ഇപ്പൊ ഈ സൂചിപ്പിച്ച കാര്യം, ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ വന്നിറങ്ങുമ്പോൾ, ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ വന്നിറങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്നത് നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചുവപ്പുവൽക്കരിക്കുക അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്ന തരത്തിൽ എന്താണ് 20 വർഷത്തെ അവരുടെ നേട്ടം എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നത്, നമ്മളിപ്പോൾ കിഴക്കേ നടയിലൂടെ വരിക, കിഴക്കേ നടയിലൂടെ മേൽപ്പാലം വന്നിറങ്ങിയാൽ നേരെ കാണുന്നത് അവിടെ AKG സ്മാരക മന്ദിരം എന്ന ലേബിളിൽ ഒരു ചുവപ്പുവൽക്കരിച്ച് ഒരു സ്മാരകം, CPM സ്മാരകം ഒരു സംഗതി കാണാം. CPM പലതരത്തിൽ ഇപ്പോൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരിൽ ഇപ്പോൾ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി എടുക്കുക, ഗുരുവായൂർ ദേവസ്വം എടുക്കുക, ഇവിടെയെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ ജോലിക്ക് നിർത്താൻ പോലും CPM ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി തരാം. സാധാരണ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ അവൻ എന്താ പറയുക, ഗുരുവായൂരിൽ ഒരു പണിയും കിട്ടാതെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരുമോ? ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലും അനുബന്ധമായിട്ടുള്ള ജോലിയിലൊക്കെ കയറണമെങ്കിൽ അവർ പറയുന്നത് എന്താ, നിങ്ങൾ CPM മെമ്പർഷിപ്പ് എടുക്കുക, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ജോലി തരാം. നമസ്കാരം. പാർലമെന്റ് ഇലക്ഷനിൽ ചരിത്രത്തിലാദ്യമായിട്ട് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ BJP ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. 44 പഞ്ചായത്തിൽ 34ലും BJP ആണ് ഒന്നാം സ്ഥാനത്ത്. അതിൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയും ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയും BJP ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരാനിരിക്കുന്ന അടുത്ത ഒരു വർഷത്തിനുള്ളിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ ചരിത്രം കുറിച്ചുകൊണ്ട് BJP വിജയിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുള്ള പ്രവർത്തനം ഇപ്പോൾ BJP തുടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് നിലവിൽ ഗുരുവായൂർ മണ്ഡലത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള BJPയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ അനിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, എത്രത്തോളം വലിയ പ്രതീക്ഷയാണ് വരാനിരിക്കുന്ന ഈ ഒരു മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഗുരുവായൂരുള്ളത്? ഗുരുവായൂരിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ വികസനം ഉണ്ടായിട്ടുള്ളത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണം തുടങ്ങിയതിന് ശേഷം. ഇതിനു മുന്നേ എല്ലാം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വരുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഗുരുവായൂരിലെ വാർഡുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ യാത്ര ചെയ്തിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ തന്നെ കാണാൻ സാധിക്കും പൊട്ടിപ്പൊളിഞ്ഞ കാനകൾ, അതുപോലെ തന്നെ ഈ ഗുരുവായൂർ ക്ഷേത്ര പരിസരമുള്ള എന്ന് പറയുന്ന ഒരു സുരക്ഷ ഇല്ലാത്ത തരത്തിലുള്ള വളരെ ആർക്കും വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള റോഡുകളൊക്കെ ആയിരുന്നു. പക്ഷേ ഗുരുവായൂരിൽ കേന്ദ്ര സർക്കാർ ഭരണം, മോദിജി സർക്കാർ വന്നതിന് ശേഷം ഏകദേശം 317 കോടി അമൃത് പ്രസാദ് പദ്ധതി നമുക്ക് നൽകിയിട്ടുണ്ട്. വലിയ മാറ്റമാണ് ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരിൽ അതിനുശേഷം നടന്ന, നമുക്ക് അതിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, കഴിഞ്ഞ ഈ ഇലക്ഷനെ സംബന്ധിച്ച് നമുക്ക് വലിയ മുന്നേറ്റം. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി 20 വർഷമായിട്ട് ഭരിക്കുന്ന CPM ആണ്. പക്ഷെ ആ CPM പോലും പിന്തള്ളിക്കൊണ്ട് ഗുരുവായൂരിൽ BJP ഒന്നാമതെത്തിയിട്ടുണ്ട്. പല വാർഡുകളിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ താഴെത്തട്ടിൽ വളരെ ആക്റ്റീവായിട്ടുള്ള നമ്മുടെ ബൂത്ത് കമ്മിറ്റികളുണ്ട്. ആ ബൂത്ത് കമ്മിറ്റിയൊക്കെ വർക്ക് ചെയ്തപ്പോൾ അവർ തന്നെ നേരിട്ട് പറയുന്നുണ്ട് പല CPM കുടുംബങ്ങളും ഇത്തവണ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒപ്പമാണ് എന്നുള്ളത്. അത് തെളിഞ്ഞു കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ CPM ഇത്രയും വലിയ വേരോട്ടമുള്ള ഒരു സ്ഥലത്ത് എന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷെ അതെല്ലാം മാറി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ വേരോട്ടമാണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലൊരു സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി വന്നതിന്റെ പേരിൽ മാത്രമാണോ ഇങ്ങനെ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായത്? അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ വരവിന് ശേഷം സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഈ ഇലക്ഷൻ വിജയം കൂടിയായപ്പോൾ ആളുകൾ ഇരട്ടി പ്രതീക്ഷയിലാണ്. കാരണം നരേന്ദ്രമോദിയും സുരേഷ് ഗോപി എന്നുള്ള ആ രണ്ട് കണ്ടന്റ് അത് ഗുരുവായൂരിനെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹം ഇവിടെ MP ആയതിനു ശേഷം നമുക്കറിയാം ഗുരുവായൂർ ഞങ്ങളുടെ ഓഫീസിലേക്ക് അതിൽ ഒരു രാഷ്ട്രീയം പോലും എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാതെ ഒട്ടനവധി ആളുകളാണ് ഗുരുവായൂർ ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയൊരു മാറ്റം ഗുരുവായൂരിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഗുരുവായൂർ നഗരസഭ ഭരിക്കുന്നത് BJP അല്ല, ഗുരുവായൂരത്തെ MLA BJP അല്ല. എന്നിട്ട് പോലും ഗുരുവായൂരിലേക്ക് 317 കോടി നരേന്ദ്രമോദി സർക്കാർ തന്നുവെങ്കിൽ ഗുരുവായൂർ നഗരസഭ ഭരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാകുക എന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക്, നാട്ടുകാർക്ക് അറിയാം. അത് ശരിക്കും പറഞ്ഞാൽ പ്രതിഫലിക്കാൻ പോകുന്നത് ഈ വരുന്ന മുനിസിപ്പൽ ഇലക്ഷനാണ്. 100% ഭാരതീയ ജനതാ പാർട്ടി ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഭരിക്കും. ഇപ്പോൾ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പഴയകാല CPMൻ്റെ നേതാക്കന്മാരുടെ എല്ലാം കുറേ സ്ഥാപനങ്ങൾ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രം, ഇതൊക്കെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പേരിലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിധി ഒരു കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ളൊരു പ്രദേശമാണെന്ന് ആക്കി തീർക്കാനുള്ളൊരു പ്രവണത വർഷങ്ങളായിട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടോ? ഇപ്പോൾ ഈ സൂചിപ്പിച്ച കാര്യം,
ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ വന്നിറങ്ങുമ്പോൾ ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ വന്നിറങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്നത് നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചുവപ്പുവൽക്കരിക്കുക അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്ന തരത്തിൽ എന്താണ് 20 വർഷത്തെ അവരുടെ നേട്ടം എന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നത്, നമ്മളിപ്പോൾ കിഴക്കേ നടയിലൂടെ വരിക, കിഴക്കേ നടയിലൂടെ മേൽപ്പാലം വന്നിറങ്ങിയാൽ നേരെ കാണുന്നത് അവിടെ AKG സ്മാരക മന്ദിരം എന്ന ലേബിളിൽ ഒരു ചുവപ്പുവൽക്കരിച്ച് ഒരു സ്മാരകം, CPM സ്മാരകം ഒരു സംഗതി കാണാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്, ഈ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് അവകാശപ്പെടുന്നു. ശരി, അതിൽ പ്രധാനിയായിട്ടുള്ള കേളപ്പൻ, അദ്ദേഹത്തിന്റെ സ്മാരകം എവിടെ? കേളപ്പന്റെ സ്മാരകത്തിന് പകരം അവിടെ AKG എന്ന തരത്തിൽ അവർ ചുവപ്പുവൽക്കരിച്ച് ഒരു സ്മാരകം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. മറിച്ച് പടിഞ്ഞാറ നടയിൽ വരുമ്പോൾ ഇതേപോലെ വേറെ തരത്തിൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം ഉണ്ടാകേണ്ട സ്ഥലത്ത് ഗുരുവായൂർ ക്ഷേത്ര നഗരി ഇത്രയും എന്താ പറയുക ഭക്തർ വരുന്നത് കൊണ്ട് മാത്രമാണ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്ക് കോടിക്കണക്കിന് എന്താ പറയുക ഇത്തരത്തിൽ വരുമാനം വരുന്നത്. അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രം അല്ലെങ്കിൽ ഇതുപോലെ പഞ്ചായത്തായിട്ട് നിൽക്കേണ്ട സ്ഥലമാണ്. അപ്പൊ ഗുരുവായൂർ ക്ഷേത്രം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയ്ക്കധികം വരുമാനം വരുന്നത്. അപ്പൊ 100% ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ എത്തുമ്പോൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് വരേണ്ടത്. പക്ഷെ അതിന് പകരം ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 20 വർഷം കൊണ്ട് CPM ഉണ്ടാക്കിയെടുക്കുന്നത് ഇവിടെ മുഴുവൻ ഈ ചുവപ്പുവൽക്കരിച്ച് അല്ലെങ്കിൽ ചുവപ്പൻ വിപ്ലവം പോലെ ആളുകൾക്ക് കാണുമ്പോൾ മുഴുവൻ ഇത്തരത്തിലുള്ള ഒരു സ്മാരകങ്ങൾ, അത് CPM നേതാക്കളെ കുറെ സ്മാരകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ പൊതുജനങ്ങൾക്ക് ഉപകാരത്തില്ല. എന്തിനേറെ പറയുന്നു, ഒരു നല്ല ടോയ്ലറ്റ് പോലും ഇപ്പൊ നമുക്ക് പരിശോധിച്ചറിയാം ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ എവിടെയാണ് ഒരു ടോയ്ലറ്റ് ഉള്ളത്. ഇപ്പോൾ ബസ് കയറാൻ നിൽക്കുന്ന, ഇപ്പൊ ഇന്നലെ ഞങ്ങളോട് നേരിട്ട് പരാതി പറഞ്ഞ ഒരുപാട് സ്ത്രീകളുണ്ട്. ഗുരുവായൂർ കിഴക്കേ നടയിൽ ബസ് കയറാൻ നിൽക്കുന്ന ആ സ്ഥലത്ത് അവിടെ ടോയ്ലറ്റ് സംവിധാനം ഇല്ല. അതായത് അവിടെ ബസ് സ്റ്റാൻഡിന്റെ പണി നടക്കുന്നു, പകരം പുതിയ സ്ഥലത്തേക്ക് അവർ ബസ് കയറാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്, ഒരു സംവിധാനം തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ സ്ത്രീകളെല്ലാം ബുദ്ധിമുട്ടുകയാണ്, കാരണം ടോയ്ലറ്റ് സംവിധാനം ഇല്ല. അപ്പൊ അങ്ങനെ ഒരു തരത്തിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ ഗുരുവായൂർ, അത് CPM ഭരിക്കുന്ന ഗുരുവായൂർ നഗരസഭ ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോൾ ഗുരുവായൂർ മണ്ഡലം എടുത്തു നോക്കുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെയെല്ലാം BJP വലിയ രീതിയിലൊരു കടന്നുകയറ്റം പാർലമെൻറ്റ് ഇലക്ഷനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, തർക്കമില്ലാത്ത കാര്യം. ഇത് ആവർത്തിക്കാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഗുരുവായൂരിലെ ജനത വികസനത്തിന്റെ ഒപ്പം തെളിയിച്ചു കഴിഞ്ഞു. കാരണം വികസനമാണ് അവർക്ക് വേണ്ടത് എന്നുള്ളതിന്, അല്ലെങ്കിൽ വികസനം കൊണ്ടുവരുന്നത് ആരാണോ അവരുടെ ഒപ്പം തങ്ങൾ നിൽക്കുമെന്ന് ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കണ്ടത്. ഇപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വർഷങ്ങളായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇടതുപക്ഷം നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ BJPയുടെ ഒരു കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് CPM പലതരത്തിൽ ഇപ്പോൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂരിൽ ഇപ്പോൾ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി എടുക്കുക, ഗുരുവായൂർ ദേവസ്വം എടുക്കുക, ഇവിടെയെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ ജോലിക്ക് നിർത്താൻ പോലും CPM ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി തരാം. സാധാരണ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ അവൻ എന്താ പറയുക ഗുരുവായൂരിൽ ഒരു പണിയും കിട്ടാതെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരുമോ? ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലും അനുബന്ധമായിട്ടുള്ള ജോലിയിലൊക്കെ കയറണമെങ്കിൽ അവർ പറയുന്നത് എന്താ, നിങ്ങൾ CPM മെമ്പർഷിപ്പ് എടുക്കുക, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ജോലി തരാം. അപ്പോൾ അതൊരു ഭാഗത്ത് നടക്കുന്നു. അത്തരത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരുവിധം എല്ലാ പദ്ധതികളും CPM ആക്കി മാറ്റിയിട്ട് അവർ BJPയുടെ ആ നേരത്തെ സൂചിപ്പിച്ച ആ കടന്നുവരവിനെ തടയിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം മറികടന്ന് ഭാരതീയ ജനതാ പാർട്ടി രംഗത്ത് വരിക തന്നെ ചെയ്യും. ഇപ്പോൾ സംഘപരിവാർ സംഘടനകളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഗുരുവായൂർ പരിസര പ്രദേശങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഹിന്ദു ഏകീകരണം അല്ലെങ്കിൽ ഗുരുവായൂർ മേഖലയിൽ ഒരു ഹിന്ദു ഏകീകരണം വലിയ രീതിയിൽ ക്ഷേത്രമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഉണ്ടോ? അതായത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് നമുക്കറിയാം, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് മേഖലകൾ അല്ലെങ്കിൽ വാർഡുകൾ ഇപ്പോൾ ഇലക്ഷനെ സംബന്ധിച്ച് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അത്തരത്തിൽ എന്താ പറയുക ഒരു വിശ്വാസി സമൂഹത്തിൻ്റെ ഏകീകരണം നടന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുമുണ്ട്. ഇപ്പോൾ 10 കോടി രൂപ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ ദേവസ്വം ബോർഡ് പിണറായിയുടെ വിജയൻ്റെ നമ്മുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വക മാറ്റിയിരുന്നു. ഇതിലൊക്കെ വലിയ രീതിയിൽ ജനങ്ങൾ അസ്വസ്ഥരാണ് എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. അതൊക്കെ വോട്ടിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനിയും ഇതുപോലെയുള്ള ഓരോ വിഷയങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നിയമപരമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ BJP ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ വലിയ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയം പോലും മാറ്റിവെച്ചിട്ട് ഇത്തരത്തിൽ വിശ്വാസി സമൂഹം രംഗത്തിറങ്ങുന്നുണ്ട്. അവർ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം അണിനിരക്കാമെന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾ നേരിടുക തന്നെ ചെയ്യും. വളരെ നന്ദിയായിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ പ്രതികരിച്ചു. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷങ്ങളായിട്ട് ഇടതുപക്ഷത്തിൻ്റെ വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധ
ഈ ക്ഷേത്രത്തിലെ പല വിഷയങ്ങളും തകർക്കുക എന്നുള്ള നിലപാടോടുകൂടി നടക്കുന്നുണ്ടെന്നുള്ള തർക്കമില്ല. ശബരിമല ക്ഷേത്രത്തിൽ എങ്ങനെയാണോ ആചാര ലംഘനം ഉണ്ടായത്, അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ വലിയ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഹിന്ദു ക്ഷേത്രം എന്നുള്ള നിലയിലേക്ക് ഈ ഗുരുവായൂർ ക്ഷേത്രം സംരക്ഷിക്കുന്ന ഒരു നിലപാട് കമ്മ്യൂണിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകും എന്ന് ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു വിഷയം കൃത്യമായിട്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഉയർത്തി കാണിക്കാൻ നിലവിലെ ഗുരുവായൂർ മണ്ഡല കമ്മിറ്റി വലിയ രീതിയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പ്രതിസന്ധികൾ തീർക്കുവാൻ BJPക്ക് സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗുരുവായൂരിൽ നിന്നും വിപിൻലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.